1950 മുതൽ 1960 വരെയുള്ള കാലഘട്ടം നമ്മൾ ഇന്ത്യൻ എക്കോണമി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ എക്കോണമിയിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറും ഇൻഡസ്ട്രിയൽ സെക്ടറൊക്കെ ഇന്ത്യയിൽ ഒരുവിധം പച്ചപിടിച്ചു വരുന്ന കാലഘട്ടമാണ് 1950 മുതൽ 1960 വരെയുള്ള കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ എക്കോണമിയിൽ ഒരു ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് ഉണ്ടായി. പല സ്ഥലങ്ങളിലും ഒരു വികസനം ഉണ്ടാകുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞ് 1960 ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ഇന്ത്യൻ എക്കോണമി നോക്കുമ്പോൾ അവിടെ ഇന്ത്യയിൽ വലിയൊരു ഭക്ഷണക്ഷാമം ഉണ്ടാകുന്നു. അപ്പോൾ 1960 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വലിയ ഭക്ഷണക്ഷാമം ഉണ്ടാകുന്നു. ഈ ഭക്ഷണക്ഷാമത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് അമേരിക്കയിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. ഈ ഭക്ഷണക്ഷാമത്തെ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് അഗ്രികൾച്ചർ സെക്ടറിൽ കൂടുതലായിട്ട് ഫോക്കസ് നൽകുന്നു. അതിൻ്റെ ഫലമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു വലിയ പദ്ധതിയാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞ പദ്ധതി. ഇനി ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞ പദ്ധതിയെപ്പറ്റി പറയുമ്പോൾ, ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞ പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കിയപ്പോൾ അതിന് വലിയൊരു മെറിറ്റുമുണ്ട്, എന്നാൽ ചെറിയ ഡീമെറിറ്റുകളുമുണ്ട്. ഈ ഗ്രീൻ റവല്യൂഷൻ്റെ വലിയ മെറിറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യ ഫുഡ് പ്രൊഡക്ഷൻ രംഗത്തിൽ സെൽഫ് സഫിഷ്യൻസി കൈവരിക്കുവാൻ സാധിച്ചത്. ഇനി ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞ പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കിയപ്പോൾ അതിനുണ്ടായ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈ അഗ്രികൾച്ചറൽ പൊട്ടൻഷ്യൽ ഏരിയകളിൽ കൂടുതലായി വികസിച്ചു. എന്നാൽ ലോ അഗ്രികൾച്ചർ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഏരിയകൾ പഴയ സ്ഥിതിയിൽ തന്നെ ദാരിദ്ര്യാവസ്ഥയിൽ തുടർന്നു എന്നത് ഒരു ഡീമെറിറ്റാണ്. അത് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പഞ്ചാബ് പോലെ നല്ല കൃഷി സാഹചര്യമുള്ള പ്രദേശങ്ങൾ വികസിക്കുകയും രാജസ്ഥാൻ പോലെ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത പ്രദേശങ്ങൾ പഴയതുപോലെ ദാരിദ്ര്യാവസ്ഥയിൽ തുടരുകയും ചെയ്ത ഒരു രംഗം ഉണ്ടായി. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്, ഈ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞ പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ ഈ ഗ്രീൻ റവല്യൂഷൻ പുതിയ അഗ്രികൾച്ചർ മെഷീനറികൾ, ട്രാക്ടറുകൾ, പുതിയ ഫെർട്ടിലൈസേഷൻ തുടങ്ങിയ സംഭവങ്ങൾ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ട് പഴയ കൃഷി രീതി തുടർന്ന കുറേ അധികം കർഷക തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ നഷ്ടമായി എന്നതാണ് മറ്റൊരു ഡീമെറിറ്റ്. ഇനി കുറേ കാലം കൂടെ കഴിഞ്ഞു പോയപ്പോൾ ജനസംഖ്യ ഓരോ ദിവസം കഴിയുന്തോറും ജനസംഖ്യ കൂടിക്കൂടി വന്നു. അതിനനുസരിച്ച് അൺഎംപ്ലോയ്മെൻറ്റും കൂടിക്കൂടി വന്നു. പിന്നെ കുറച്ചുകൂടെ കാലം കഴിഞ്ഞു പോയപ്പോൾ നമ്മുടെ രാജ്യത്തിൽ പല സ്ഥലങ്ങളിലും അബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ രാജ്യത്തിൽ പല സ്ഥലങ്ങളിലും അബ്സല്യൂട്ട് ലെവൽ ഓഫ് പോവർട്ടി എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ സമയത്ത് നമ്മൾ വിദേശ രാജ്യങ്ങളെ നോക്കുകയാണെങ്കിൽ, വിദേശ രാജ്യങ്ങൾ ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ്, ഗ്രോത്ത് വിത്ത് റീഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കാലഘട്ടത്തിൽ വിദേശ രാജ്യങ്ങളിലും ഇതേപോലെയുള്ള ദാരിദ്ര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നതാണ്. ഇനി നമ്മൾ അടുത്ത് പറയാനായിട്ട് പോകുന്നത്, ഇന്ത്യൻ ഗവൺമെൻറ് ഈ ദാരിദ്ര്യത്തെ, അബ്സല്യൂട്ട് ലെവൽ ഓഫ് പോവർട്ടിയെ തുടച്ചു നീക്കുവാൻ വേണ്ടി സ്വീകരിച്ച മാർഗങ്ങളെ പറ്റിയാണ്. ഇന്ത്യൻ ഗവൺമെൻറ് ഈ ദാരിദ്ര്യത്തെ തുടച്ചു നീക്കുവാൻ വേണ്ടി സ്വീകരിച്ച മാർഗങ്ങളെ പറ്റിയാണ് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. 4 മുതൽ 5 വരെയുള്ള പഞ്ചവത്സര പദ്ധതിക്കാലത്ത് ദാരിദ്ര്യത്തെ തുടച്ചു നീക്കുവാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് 3 മെത്തേഡുകളാണ് സ്വീകരിച്ചത്. ദാരിദ്ര്യത്തെ തുടച്ചു നീക്കുവാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് 4 മുതൽ 5 വരെയുള്ള പഞ്ചവത്സര പദ്ധതിക്കാലത്ത് 3 പ്രധാനപ്പെട്ട മെത്തേഡുകളാണ് ഫോളോ ചെയ്തത്. അത് ഏതൊക്കെയെന്നാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ മെത്തേഡ് നാഷണൽ പ്രോഗ്രാം ഓഫ് മിനിമം നീഡ്. അതായത് ഒരു മനുഷ്യനാവശ്യം ഷെൽട്ടർ, ആഹാരം, ശുദ്ധജലം തുടങ്ങിയതെല്ലാം ഒരു മനുഷ്യന് എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഈ ഒരു മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഒരു മെത്തേഡാണ് ടു റെഡ്യൂസ് റീജിയണൽ ഡിസ്പാരിറ്റീസ്. ഈ മെത്തേഡ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിൽ ഏറ്റവും ദാരിദ്ര്യാവസ്ഥയിൽ കിടക്കുന്ന സംസ്ഥാനത്തിന് അല്ലെങ്കിൽ പ്രദേശത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസും കൂടുതൽ ഫോക്കസും നൽകുന്ന ഒരു മെത്തേഡാണ് ടു റെഡ്യൂസ് റീജിയണൽ ഡിസ്പാരിറ്റീസ് എന്ന് പറഞ്ഞ മെത്തേഡ്. ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡാണ് ആൻറ്റി പോവർട്ടി പ്രോഗ്രാം അറ്റ് സ്പെസിഫിക് ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ മെത്തേഡ്. ഈ മെത്തേഡ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും പാവപ്പെട്ടവരായ ആൾക്കാരെ തിരഞ്ഞുപിടിച്ച് അവർക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആൻറ്റി പോവർട്ടി പ്രോഗ്രാം അറ്റ് സ്പെസിഫിക് ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ മെത്തേഡ്.
ഇനി അടുത്തു പറയുവാനായിട്ട് പോകുന്നത് നാലാമത് പഞ്ചവത്സര പദ്ധതി കാലത്ത് ഒരു റിപ്പോർട്ട് വന്നു. അത് ഏതാണ് ആ റിപ്പോർട്ട് എന്ന് ചോദിച്ചാൽ ആൾ ഇന്ത്യ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട്. ആൾ ഇന്ത്യ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് വരുന്നു. അതെന്നാണ് വന്നത് എന്ന് ചോദിച്ചാൽ 1969 കാലഘട്ടത്തിലാണ് ആൾ ഇന്ത്യ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് വരുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് സ്മാൾ ഫാർമേഴ്സ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വന്നതെന്ന് ചോദിച്ചാൽ ആൾ ഇന്ത്യ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് സ്മാൾ ഫാർമേഴ്സ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഈ പ്രോഗ്രാം എന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1973 ഈ ഒരു പ്രോഗ്രാം നിലവിൽ വന്നത്. ഈ ഒരു പ്രോഗ്രാം എന്തിനെ ഉദ്ദേശിച്ചാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മാൾ ഫാർമേഴ്സിനെയും മാർജിനൽ ഫാർമേഴ്സിനെയും അഗ്രികൾച്ചർ ലേബേഴ്സിനെയും ഉദ്ദേശിച്ച് അവരുടെ ഉന്നമനം ലക്ഷ്യമാക്കി നിലവിൽ വന്ന ഒരു പദ്ധതിയാണ് സ്മാൾ ഫാർമേഴ്സ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇനി ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് ആരാണ് സ്മാൾ ഫാർമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 2 വരെ ഹെക്ടർ ഭൂമി കൈവശമുള്ള കർഷകനോ അല്ലെങ്കിൽ 3 ഹെക്ടറിൽ കൂടുതൽ ട്രൈ ഏരിയകൾ ഉള്ള കൈവശം വെച്ചിരിക്കുന്ന കർഷകരെയാണ് സ്മാൾ ഫാർമേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആരാണ് മാർജിനൽ ഫാർമേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഹെക്ടറിൽ താഴെ മാത്രം ഭൂമി കൈവശം വെച്ചിരിക്കുന്ന കർഷകരെയാണ് നമ്മൾ മാർജിനൽ ഫാർമേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഗവൺമെന്റ് കണക്കനുസരിച്ച് ആരാണ് അഗ്രികൾച്ചർ ലേബേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ അവന് കിട്ടുന്ന വരുമാനത്തിന്റെ 50% കൃഷിയിൽ നിന്നാണെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് കർഷക തൊഴിലാളി എന്ന് വിളിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ 1973 വരുന്ന സ്മാൾ ഫാർമർ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മാൾ ഫാർമർമാരെയും മാർജിനൽ ഫാർമർമാരെയും കർഷക തൊഴിലാളികളുടെയും ഉന്നമനം ലക്ഷ്യം വെച്ച് ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്മാൾ ഫാർമർ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇനി സ്മാൾ ഫാർമർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഗവൺമെന്റ് പ്രോഗ്രാം എങ്ങനെയൊക്കെയാണ് കർഷകരെ സഹായിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ക്രെഡിറ്റ് നൽകിക്കൊണ്ട്, അവർക്ക് നല്ല ഇറിഗേഷനുമായി ബന്ധപ്പെട്ട സഹായം നൽകിക്കൊണ്ട്, പ്രൈസ് സപ്പോർട്ടിങ് നടത്തിക്കൊണ്ട്, മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ട്, ഫാമിംഗ് ഓപ്പറേഷനുകളെ കർഷകരെ സഹായിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം കർഷകരെ സഹായിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്മാൾ ഫാർമർ ഡെവലപ്മെന്റ് പ്രോഗ്രാം കർഷകരെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർഷകർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി ഒരുക്കി കൊടുത്തുകൊണ്ട്, കർഷകരുടെ ഇറിഗേഷനിൽ സഹായിച്ചുകൊണ്ട്, കർഷകർക്ക് പ്രൈസ് സപ്പോർട്ടിംഗ് നൽകിക്കൊണ്ട്, കർഷകരെ മാർക്കറ്റിംഗ് രംഗത്തും ഫാമിംഗ് ഓപ്പറേഷൻ രംഗത്തിലും കർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ ഒരു സ്മാൾ ഫാർമർ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് SFDA പറ്റിയാണ്. അപ്പോൾ എന്താണ് SFDA എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മാൾ ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി എന്നാണ് SFDAയുടെ ഫുൾ ഫോം. ഇത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860 അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ഒരു ഏജൻസിയാണ് സ്മാൾ ഫാർമർ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന്. അപ്പോൾ ഒരിക്കൽ കൂടി എന്താണ് സ്മാൾ ഫാർമർ ഡെവലപ്മെന്റ് ഏജൻസീസ് എന്ന് ചോദിച്ചാൽ, എന്താണ് സ്മാൾ ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു ഏജൻസിയാണ് SFDA. ഇനി ഈ ഒരു ഏജൻസി ആരെ ഉദ്ദേശിച്ചാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ സ്മാൾ ഫാർമേഴ്സിനെ ഉദ്ദേശിച്ചും മാർജിനൽ ഫാർമേഴ്സിനെ ഉദ്ദേശിച്ചും കർഷക തൊഴിലാളികളുടെയും ഒക്കെ ഉന്നമനത്തിന് വേണ്ടിയും അവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നിലവിൽ വന്ന ഒരു ഏജൻസിയാണ് SFDA എന്ന് പറഞ്ഞ ഏജൻസി. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം എന്ന് പറയുന്നത് ഇവർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാംസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ഗവേണിംഗ് ബോഡി ഉണ്ട്. മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഏജൻസീസ് എന്നൊക്കെയുള്ള റെപ്രസെൻറ്റേറ്റീവുകളുണ്ട്. പിന്നെ ഇതിൻ്റെ ജില്ലാ തലത്തിലുള്ള കാര്യനിർവഹണം നടത്തുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ കളക്ടർ ആയിരിക്കും അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കും. അപ്പോൾ SFDAയുടെ ചെയർമാൻ എപ്പോഴും കളക്ടർ ആയിരിക്കും അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കും എന്നതാണ് ഉദ്ദേശിച്ചത്.
ഇനി SFDAയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഏതൊക്കെയെന്നാണ് അടുത്ത് പറയാനായിട്ട് പോകുന്നത്. SFDAയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഏതൊക്കെയെന്നാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഫങ്ഷൻ ഐഡന്റിഫൈ ദി ടാർഗറ്റ് ഗ്രൂപ്പ് ബെനിഫിഷ്യറീസ്. ഐഡന്റിഫൈ ദി ടാർഗറ്റ് ഗ്രൂപ്പ് ബെനിഫിഷ്യറീസ്, അതായത് ഇവർ പറയുന്ന പ്രോഗ്രാമുകളെല്ലാം കറക്റ്റായ ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് നടപ്പിലാക്കി കൊടുക്കുക എന്നതാണ് ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റഡി ആൻഡ് ഐഡന്റിഫൈ പ്രോഗ്രാം, സ്റ്റഡി ആൻഡ് ഐഡന്റിഫൈ പ്രോബ്ലംസ്, അതായത് ചെറിയ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ഒക്കെ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി പഠിക്കുക, ആ പ്രശ്നങ്ങളെയൊക്കെ ഐഡന്റിഫൈ ചെയ്യുകയും ആരുടെ കടമയാണ് എന്ന് ചോദിച്ചാൽ SFDAയുടെ കടമയാണ്. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഫോർമുലേറ്റ് സ്യൂട്ടബിൾ സ്കീം ഫോർ ദെയർ ബെനിഫിറ്റ്സ്, അതായത് കർഷക തൊഴിലാളികൾക്ക് വേണ്ടി പുതിയ പുതിയ സ്കീമുകൾ ഫോർമുലേറ്റ് ചെയ്യുക. നാലാമത്തെ ഫംഗ്ഷൻ സീക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്. അഞ്ചാമത്തെ ഫംഗ്ഷൻ ലോങ് ടേം ക്രെഡിറ്റുകളും ഷോർട്ട് ടേം ക്രെഡിറ്റുകളൊക്കെ കർഷകർക്ക് നൽകി കൊടുക്കുക. ആറാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും കറക്റ്റായിട്ട് സബ്സിഡികൾ നൽകി കൊടുക്കുക. അതായത് ചില കമ്മ്യൂണിറ്റികൾക്ക് 25% പ്രോജക്റ്റ് കോസ്റ്റിൻ്റെ 25% സബ്സിഡി കൊടുക്കാറുണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് 33.33% സബ്സിഡി നൽകാറുണ്ട്. മറ്റ് SC/ST കമ്മ്യൂണിറ്റികളിൽ 50% സബ്സിഡി നൽകാറുണ്ട്. അപ്പോൾ ഓരോ കമ്മ്യൂണിറ്റിക്കനുസരിച്ചും ഓരോ ഗ്രൂപ്പുകൾക്കനുസരിച്ച് അവരുടെ ഇതനുസരിച്ച് ഓരോ സബ്സിഡികൾ നൽകുക. ആറാമത്തെ ഫംഗ്ഷൻ. ഇനി ഏഴാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അറേഞ്ച് ഫോർ എക്സ്റ്റൻഷൻ സർവീസ് ആൻഡ് സപ്ലൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ SFDAയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഫംഗ്ഷൻ ഐഡന്റിഫൈ ദി ടാർഗറ്റ് ഗ്രൂപ്പ് ബെനിഫിഷ്യറീസ്, രണ്ടാമത്തെ ഫംഗ്ഷൻ സ്റ്റഡി ആൻഡ് ഐഡന്റിഫൈ പ്രോബ്ലംസ്, മൂന്നാമത്തെ ഫംഗ്ഷൻ ഫോർമുലേറ്റ് സ്യൂട്ടബിൾ സ്കീം ഫോർ ദെയർ ബെനിഫിറ്റ്, നാലാമത്തെ ഫംഗ്ഷൻ സീക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്, അഞ്ചാമത്തെ ഫംഗ്ഷൻ ഇൻഡ്യൂസ് ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് സോഴ്സ് ടു പ്രൊവൈഡ് മീഡിയം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ്, ആറാമത്തെ ഫംഗ്ഷൻ പ്രൊവൈഡ് സബ്സിഡി, ഏഴാമത്തെ ഫംഗ്ഷൻ അറേഞ്ച് ഫോർ എക്സ്റ്റൻഷൻ സർവീസ് ആൻഡ് സപ്ലൈസ് എന്നിവയൊക്കെയാണ് SFDയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷനുകൾ. ഇനി അടുത്ത് ഈ ഒരു നാലാമത് പഞ്ചവത്സര പദ്ധതി കാലത്ത് SFDക്ക് വേണ്ടി ഏകദേശം 46 പൈലറ്റ് പ്രോജക്റ്റുകൾ നടപ്പിലാക്കി. എന്നിരുന്നാലും ഈ ഒരു SFD എന്ന് പറഞ്ഞ പദ്ധതി നടപ്പിലാക്കി ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഒരു SFD എന്ന് പറഞ്ഞ സംഭവത്തിൽ കുറേയധികം പ്രശ്നങ്ങൾ ഗവൺമെന്റിന് മനസ്സിലായി. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ SFD എന്ന് പറഞ്ഞ പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കിയതിനു ശേഷം ഗവൺമെൻറ് ഇതിനെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ചില പ്രത്യേക ഫാർമേഴ്സിന് മാത്രമേ ഇതിൽ നിന്നുള്ള ആനുകൂല്യം കിട്ടുന്നുള്ളൂ. എന്നാൽ മാർജിനൽ ഫാർമേഴ്സിൻ്റെ കാര്യമെടുത്താലും കർഷക തൊഴിലാളികളുടെ കാര്യമെടുത്താലും അവർക്കൊന്നും ഇതിൽ നിന്ന് നല്ലൊരു രീതിയിലുള്ള ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. ചില പ്രത്യേക തരത്തിലുള്ള ഫാർമേഴ്സിന് മാത്രമേ ഇതിൽ നിന്ന് ഒരു ആനുകൂല്യം കിട്ടുന്നതായിട്ട് ഗവൺമെൻറ്റിന് മനസ്സിലാക്കി. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി ഗവൺമെൻറ് മറ്റൊരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ പ്രോഗ്രാമിൻ്റെ പേരാണ് MFAL എന്ന് പറഞ്ഞ പദ്ധതി. ഈ പദ്ധതി എന്നാണ് നടപ്പിലാക്കിയതെന്ന് ചോദിച്ചാൽ 1975 കാലഘട്ടത്തിലാണ് MFAL എന്ന് പറഞ്ഞ പദ്ധതി നടപ്പിലാക്കുന്നത്. MFALന്റെ ഫുൾ ഫോം എന്താണ് എന്ന് ചോദിച്ചാൽ മാർജിനൽ ഫാർമർ ആൻഡ് അഗ്രികൾച്ചർ ലേബേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസീസ് എന്നാണ് MFALന്റെ ഫുൾ ഫോം. അപ്പോൾ MFALന്റെ ഫുൾ ഫോം എന്താണ് എന്ന് ചോദിച്ചാൽ മാർജിനൽ ഫാർമർ ആൻഡ് അഗ്രികൾച്ചർ ലേബർ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നാണ് MFALന്റെ ഫുൾ ഫോം. ഇനി MFALന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ SFDA പോലെ തന്നെയാണ് MFALും പ്രവർത്തിക്കുന്നത്. അതേപോലെയുള്ള ലക്ഷ്യങ്ങൾ തന്നെയാണ് MFALനും ഉള്ളത്. എന്നാൽ 1976 മുതൽ 1977 വരെയുള്ള കാലഘട്ടത്തിൽ MFALനെ SFDയിലേക്ക് ലയിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് 1976 1977 കാലഘട്ടത്തിൽ MFALനെ SFDയിൽ ലയിപ്പിക്കുന്നു. പിന്നെ MFAL നല്ല രീതിയിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ച കാലഘട്ടം എന്ന് പറയുന്നത് 4 മുതൽ 5 വരെയുള്ള കാലഘട്ടത്തിലാണ് MFAL കാര്യക്ഷമമായി പ്രവർത്തിച്ചത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് പ്ലാനിംഗ് കമ്മീഷൻ. നമുക്കെല്ലാവർക്കും അറിയാം പ്ലാനിംഗ് കമ്മീഷൻ. ഈ പ്ലാനിംഗ് കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് PEO എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ. പ്ലാനിംഗ് കമ്മീഷന്റെ
ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ് PEO എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ. PEOയുടെ ഫുൾ ഫോം എന്താണ് എന്ന് ചോദിച്ചാൽ പ്രോഗ്രാം ഇവാലുവേഷൻ ഓർഗനൈസേഷൻ. പ്രോഗ്രാം ഇവാലുവേഷൻ ഓർഗനൈസേഷൻ എന്നാണ് PEOയുടെ ഫുൾ ഫോം. ഈ PEO എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ PEO 17 സംസ്ഥാനങ്ങളിലും 296 ഗ്രാമപ്രദേശങ്ങളിലും 20 SFDയെ പറ്റിയും 13 MFALനെ പറ്റിയും ഒരു പഠനം നടത്തി. അപ്പോൾ PEO എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇവാലുവേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ PEO 17 സംസ്ഥാനങ്ങളിലും 296 ഗ്രാമങ്ങളിലും ഈ ഒരു 20 SFDയെ പറ്റിയും 13 MFALനെ പറ്റിയൊക്കെ ഒരു പഠനം നടത്തി. ഇവർ ഈ പഠനം നടത്തിയതിനു ശേഷം കുറേ അധികം കുറ്റങ്ങൾ SFDയെ പറ്റിയും MFALനെ പറ്റി പറഞ്ഞു. അപ്പോൾ ആ കുറ്റങ്ങൾ എന്തൊക്കെയെന്നാണ് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. PEO കണ്ടെത്തിയ ഈ SFDLനെ പറ്റിയും MFALനെ പറ്റിയുമുള്ള കുറ്റങ്ങൾ എന്തൊക്കെയെന്നാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പരാമർശിച്ചത് എന്നാണ് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കുറ്റം, പ്രോജക്റ്റ് ഏരിയകൾ തിരഞ്ഞെടുക്കുന്നതിൽ പ്രോപ്പർ കെയർ കൊടുത്തിട്ടില്ല. ഒന്നാമത്തെ കുറ്റം, പ്രോജക്റ്റ് ഏരിയ തിരഞ്ഞെടുത്തതിൽ പ്രോപ്പർ കെയർ കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ കുറ്റം, ഈ ബെനിഫിഷ്യറീസിനെ ഐഡന്റിഫൈ ചെയ്തത് തൃപ്തികരമല്ല, അല്ലെങ്കിൽ നോട്ട് സാറ്റിസ്ഫൈ. ഈ ഒരു ബെനിഫിഷ്യറീസുകളെ തിരഞ്ഞെടുത്തതിൽ തൃപ്തികരമല്ല. എന്തുകൊണ്ട് തൃപ്തികരമല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഏജൻസികൾ ബെനിഫിഷ്യറീസിനെയൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ അഗ്രികൾച്ചർ തൊഴിലാളികൾക്കോ ആർട്ടിസൻസുകാർക്കോ പ്രത്യേകിച്ച് ഗുണമൊന്നും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നും കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതാണ് മറ്റൊരു കുറ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കുറ്റം എന്ന് പറഞ്ഞാൽ, ഈ ബെനിഫിഷ്യറി ആയിട്ട് ഈ ഏജൻസികൾ തിരഞ്ഞെടുത്തതിൽ 9% പേരും അതിൽ യോഗ്യരായവരല്ല. ഇനി മൂന്നാമത്തെ കുറ്റം എന്ന് പറയുന്നത്, ഈ ഏജൻസികൾ നൽകിയിട്ടുള്ള ഗൈഡൻസ് ക്ലിയർ അല്ല. നാലാമത്തെ കുറ്റം എന്ന് പറയുന്നത്, കോർഡിനേഷൻ ആൻഡ് റിവ്യൂ കമ്മിറ്റി പല സ്ഥലങ്ങളിലും ഇനാക്റ്റീവാണ്. കോർഡിനേഷൻ ആൻഡ് റിവ്യൂ കമ്മിറ്റികൾ പല സ്ഥലങ്ങളിലും ഇനാക്റ്റീവായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കർഷക തൊഴിലാളികളുമായിട്ടുള്ള പ്രോഗ്രാമുകളും അതിൻ്റെ സൂപ്പർവൈസേഷനും കോർഡിനേഷനും ഡയറക്ഷനും ഒക്കെ ഒരു മന്ദഗതിയിലാണ് പല സ്ഥലങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അഞ്ചാമത്തെ കുറ്റം, കോഓപ്പറേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പല സ്ഥലങ്ങളിലും വീക്കാണ്. പല സ്ഥലങ്ങളിലും വീക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പല പ്രോജക്റ്റ് ഏരിയകളിലും കോർപ്പറേഷൻ ഇൻഫ്രാസ്ട്രക്ചർ വീക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ കോർപ്പറേഷൻ ഇൻഫ്രാസ്ട്രക്ചർ വീക്കായതുകൊണ്ട് പല സ്ഥലങ്ങളിലും വായ്പ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലോൺ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പലപ്പോഴും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ആറാമത്തെ കുറ്റം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടാർഗറ്റ് ഗ്രൂപ്പ്, അതായത് ഈ ബെനിഫിഷ്യറീസ് ഒക്കെ ബെനിഫിറ്റുകളെല്ലാം കിട്ടുന്ന ചെറുകിട കർഷകരും മാർജിനൽ കർഷകർക്കൊക്കെ ഇവർ നടപ്പിലാക്കുന്ന പ്രോഗ്രാമുകളും ഇവർ നടപ്പിലാക്കുന്ന പദ്ധതികളും പ്രോഗ്രാമിനെ പറ്റിയൊന്നും വലിയ അറിവില്ല. അത് ആറാമത്തെ കുറ്റം. ഇനി ഏഴാമത്തെ കുറ്റം, പൂവർ യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്ട്. അതായത് ലോണ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും തൃപ്തികരമല്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എട്ടാമത്തെ കുറ്റം എന്ന് പറയുന്നത്, ഈ പ്രോജക്റ്റ് ഏജൻസികൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുവാൻ വേണ്ടി നടത്തിയതിൽ പല കാര്യങ്ങളും തൃപ്തികരമല്ല. പ്രോജക്റ്റ് ഏജൻസികൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നടത്തിയ പല കാര്യങ്ങളും ഗവൺമെന്റിന് തൃപ്തികരമല്ല. ഇനി ഒൻപതാമത്തെ എന്ന് പറയുന്നത്, പല സ്ഥലങ്ങളിലും ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ മൈനർ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ പോൾട്രി പരമായിട്ടുള്ള കാര്യങ്ങളോ പശു വളർത്തൽ, കോഴി വളർത്തൽ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല എന്നതാണ് മറ്റൊരു കുറ്റം. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, പ്ലാനിംഗ് കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് PEO എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ, പ്രോഗ്രാം ഇവാലുവേഷൻ ഓർഗനൈസേഷൻ. ഈ ഒരു PEO എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ 296 ഗ്രാമങ്ങളിലും 17 സംസ്ഥാനങ്ങളിലും
പല SFDകളെ പറ്റിയും MFAലിനെയൊക്കെ പറ്റി ഒരു പഠനം നടത്തി. ഈ പഠനം നടത്തിയിൽ നിന്ന് ഈ പഠന റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ SFDയെ പറ്റിയും ഈ ഏജൻസികളൊക്കെ പറ്റിയുള്ള കുറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കുറ്റം പ്രോജക്റ്റ് ഏരിയ തിരഞ്ഞെടുത്തതിൽ പ്രോപ്പർ കെയർ കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ കുറ്റം ബെനിഫിഷ്യറീസിനെ ഐഡന്റിഫൈ ചെയ്തതിൽ 9% പേരും ഇതിന് അർഹതയില്ലാത്ത ഇൻഎലിജിബിൾ ആണ്. പിന്നെ കർഷക തൊഴിലാളികൾക്കൊന്നും കൂടുതലായിട്ട് ശ്രദ്ധ കിട്ടിയിട്ടില്ല. ഇനി മൂന്നാമത്തെ കുറ്റം എന്ന് പറയുന്നത് ഗൈഡ് ലൈൻസ് ഒന്നും വളരെ ക്ലിയർ അല്ല എന്നതാണ് മറ്റൊരു കുറ്റം. നാലാമത്തെ കുറ്റം എന്ന് പറയുന്നത് കോർഡിനേഷൻ ആൻഡ് റിവ്യൂ കമ്മിറ്റി പല സ്ഥലങ്ങളിലും ഇനാക്റ്റീവായിട്ടാണ് കാണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട സൂപ്പർവൈസേഷൻ, കോർഡിനേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരുവിധം മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇനി അഞ്ചാമത്തെ ഒരു കുറ്റം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഇൻഫ്രാസ്ട്രക്ചർ, പ്രത്യേകിച്ച് പ്രോജക്റ്റ് ഏരിയകളിലുള്ള കോപ്പറേറ്റീവ് ഇൻഫ്രാസ്ട്രക്ചർ ഓരോ ദിവസം കഴിയും തോറും വീക്കായാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കാരണം കൊണ്ട് തന്നെ വായ്പ അനുവദിക്കുന്നത് അല്ലെങ്കിൽ ലോൺ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഇനി മറ്റൊരു കുറ്റം എന്ന് പറയുന്നത് ടാർജറ്റ് ഗ്രൂപ്പുകൾക്ക്, അതായത് ചെറുകിട കർഷകരായാലും കർഷക തൊഴിലാളികളായാലും അവരുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിനെ പറ്റി ആ കർഷകർക്ക് തന്നെ അല്ലെങ്കിൽ ആ ടാർജറ്റ് ഗ്രൂപ്പിന് തന്നെ വലിയൊരു എത്തും പിടിയും ഇല്ല എന്നതാണ് ആറാമത്തെ കുറ്റം. ഇനി ഏഴാമത്തെ കുറ്റം എന്ന് പറയുന്നത് പൂവർ യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്ട്, കറക്റ്റായിട്ട് ലോൺ ഉപയോഗിച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എട്ടാമത്തെ കുറ്റം എന്ന് പറയുന്നത് പ്രോജക്റ്റ് ഏജൻസികൾ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ നടത്തിയ പല കാര്യങ്ങളും തൃപ്തികരമല്ല. പ്രോജക്റ്റ് ഏജൻസികൾ അവരുടെ ടാർജറ്റുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നടത്തിയ പല പദ്ധതികളും തൃപ്തികരമല്ല എന്നതാണ് എട്ടാമത്തെ കുറ്റം. ഒൻപതാമത്തെ കുറ്റം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല സ്ഥലങ്ങളിലും ഹോർട്ടിക്കൾച്ചർ, മൈനർ ഇറിഗേഷൻ, പശു വളർത്തൽ, കോഴി വളർത്തൽ, പോൾട്രി, ഡയറി ഫാം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ നടപ്പിലാക്കിയിട്ടില്ല എന്നതാണ് ഒൻപതാമത്തെ കുറ്റം.